എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. മുരുകാശരണം. നമ്മളിന്നിവിടെ ആദ്യത്തെ തിരുപ്പുകളിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തിരുപ്പുകഴ അരുണഗിരിനാഥര് മുരുകഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഓരോ അമ്പലങ്ങളിലായി പോയി സന്നിധിയിൽ പാടിയതുകൊണ്ട് സ്ഥലമഹിമ വളരെ പ്രാധാന്യമർഹിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളുടെ ആദ്യത്തെ തിരുപ്പുകഴ് വയലൂർ എന്ന സ്ഥലത്തെ പൊയ്യാഗണപതി സമക്ഷം, പൊയ്യാഗണപതി സന്നിധിയിൽ അരുണഗിരിനാഥര് പാടിയതത്രേ. കൈത്തല നിറൈകനി എന്ന ആദ്യത്തെ തിരുപ്പുകഴ് നാട്ടരാഗത്തിൽ, സ്ഥലം വയലൂർ. അപ്പോൾ നമ്മളിവിടെ പാട്ട് ആദ്യം പാടിയിട്ട് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. കൈത്തല നിറൈ കനി അപ്പമോട് അവൽ പൊരി കപ്പിയ കരിമുകൻ അടിപ്പേനീ കற்றிடும் மடியவர் புத்தியில் உரைபவர் கற்பகம் என வினை கடிதேகும் மத்தமும் மதியமும் வைத்திடும் அரண்மகன் மற்பொரு தீரல் பூய மத ஞானை மத்தள வைரனை உத்தமி புதல்வனை மட்டவிழ் மலர் கொடு பணிவேனே முத்தமிழ் மடைவினை முற்படுகிரிதனில் முப்பட எழுதிய முதல்வோனே முத்தமிழ் அடைவினை முற்படுகிரிதனில் முற்பட எழுதிய முதல்வோனே முப்புறம் ஏறி செய்த அச்சிவன் நுரைரதம் அச்சது பொடி செய்த அதிதீரா அத்துயரது கோடு சுப்பிரமணி படும் அப்புனமதனிடை இபமாகி அக்குரமகளுடன் அச்சிறு முருகனை அக்கன மனமருள் பெருமாளே மட்டவிழ் மலர் கொடு பணிவோமே പണിവോമേ. ഇവിടെ മുരുകാശരണം. ഇവിടെ അർത്ഥം പറയുമ്പം കൈത്തല നിറൈകനി അപ്പമോട് അവൽ പൊരി കപ്പിയ കരിമുകൻ അടിപ്പേനെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഗണപതി ഭഗവാന്റെ വർണ്ണനയാണ്. ഭഗവാന് അപ്പം, മലർ, കനി, പഴം. അപ്പോൾ പഴം, അപ്പം, അവൽ, മലർ ഇതെല്ലാം ഭഗവാന്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അർപ്പിക്കുന്നത് എന്തും അതുപോലെ സ്വീകരിക്കുന്നവനാണ് ഗണപതി ഭഗവാൻ. അപ്പോൾ ഇത് മുഴുവൻ പ്രിയപ്പെട്ട ആനയുടെ മുഖത്തോടു കൂടിയ വിനായകന് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എന്നാണ് ആദ്യത്തെ വരികൾ പറയുന്നത്. അടുത്തത് കற்றிടും അടിയവർ ബുദ്ധിയിൽ ഉറൈഭവ കർപ്പകം എനവിനെ കടിത്തേകും. എന്നാൽ നമ്മൾ ഭഗവാന് മുമ്പിൽ, ഭഗവാൻ സിദ്ധിബുദ്ധി പ്രദായകനാണ് ഗണപതി. അപ്പോൾ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പം നമ്മുടെ അറിവിന്, ഇപ്പം നമ്മൾ കേട്ടറിവുള്ള പലതും നമ്മുടെ ബുദ്ധിയിലേക്ക് അത് എത്തണമെങ്കിൽ, ഇപ്പം നമ്മൾ അറിയുന്ന പലതും മേലോടെയുള്ള അറിവായിരിക്കും. അതിൻ്റെ ആ ഡിസ്ക്രിമിനേഷൻ എന്ന് താരതമ്യം ചെയ്യുമ്പം
കറക്റ്റായിട്ടുള്ളത് ഏത് തെറ്റായിട്ടുള്ളത് ഏത് എന്ന ഒരു ഡിസ്ക്രിമിനേഷനോട് കൂടി യഥാർത്ഥ അറിവിനെ മനസ്സിലാക്കുക, അതിനുള്ള കഴിവ് നമുക്ക് നൽകണമെങ്കിൽ അത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സുബുദ്ധി അല്ലെങ്കിൽ നല്ല ബുദ്ധി പ്രദാനം ചെയ്യുന്ന ആ ഭഗവാന് എൻ്റെ പ്രണാമം. അപ്പോൾ ഈ ആദ്യത്തെ ഇത് രണ്ടും പറയുന്നത് സാക്ഷാൽ ഗണപതി ഭഗവാന് ഒരു പ്രണാമത്തോട് ഒരു വന്ദനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ചില ഇതിലൊക്കെ ഭഗവാന്റെ കയ്യിലുള്ള പഴം എന്ന് പറയുന്നത് ജ്ഞാനപ്പഴമായിട്ട് പറയപ്പെടുന്നു. മുമ്പത്തെ ആ കഥ പ്രകാരം ശിവനും പാർവതി ദേവീനും പ്രദക്ഷിണം വെച്ചിട്ട് ലോകത്തിന് പ്രദക്ഷിണം വെച്ച് ശിവന്റെ കൈകളാൽ വാങ്ങിയ ജ്ഞാനപ്പഴമായിട്ടും ഭഗവാന്റെ കൈകളിലുള്ള പഴത്തിന് പറയപ്പെടുന്നു. ഇനി അടുത്തത് വേറൊന്ന് കർപ്പകം. കർപ്പകം എന്ന് പറഞ്ഞാൽ അത് ദേവലോകത്തുള്ള കൽപ്പവൃക്ഷത്തിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ വിഷ് ഫുൾഫില്ലിംഗ് ട്രീ, അതായത് നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്ന ഒരു മരം. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പമാണ് ഇവിടെ നമ്മൾ ഗണപതി ഭഗവാന് കർപ്പക വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നു. ഗണപതി ഭഗവാന് നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന ഭഗവാൻ. ഇനി മത്തമും മതിയമും വൈത്തിടും അരന്മകൻ. ഇവിടെ അരന്മകൻ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ ശിവപുത്രനാണല്ലോ നമ്മുടെ ഗണപതി. അപ്പോൾ മത്തമും മതിയമും എന്ന് പറഞ്ഞാൽ ഉമ്മത്തം പൂവ്. ഉമ്മത്തം പൂവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു പോയ്സണസ് ഫ്ലവറാണ്. പക്ഷേ നമ്മുടെ കാളകൂട വിഷത്തിനെ തന്നെ വിഴുങ്ങിയ സാക്ഷാൽ മഹാദേവൻ്റെ കൈകളിലുള്ള പൂവാണത്രേ ഉമ്മത്തം പൂവ്. അപ്പം ഈ ഉമ്മത്തം പൂവും കയ്യിൽ ധരിച്ചിരിക്കുന്ന മതിയമും ചന്ദ്രക്കല. അപ്പം ഉമ്മത്തമ്പൂവും ചന്ദ്രക്കലയും ധരിച്ചിരിക്കുന്ന ആ ശിവപെരുമാൻ മർപ്പൊരു തിരൽപുയ മതയാനെ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ മകനാണ് ഗണപതി ഭഗവാന്റെ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്ലർ, ഒരു ഗുസ്തിക്കാരൻ എന്തുമാത്രം ഷോൾഡർ സ്ട്രെങ്ത് ഉണ്ടോ അത്രയ്ക്കും തോൾബലമുള്ളതത്രേ ഗണപതി ഭഗവാന്റെ തോളുകൾ. അപ്പോൾ അങ്ങനെയുള്ള തോൾബലവും ഒരു മതയാന എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു എലിഫൻറ്റ്, എത്രമാത്രം വീറോട് കൂടിയ ഒരു ആനയുടെ അത്രയ്ക്കും, അതായത് നമ്മൾ വിളിച്ചാൽ അത്രയ്ക്കും പവറാണത്രേ ഗണപതി ഭഗവാൻ. അപ്പോൾ ഒരു ഗുസ്തിക്കാരൻ്റെ തോൾബലവും ഒരു മതയാനയുടെ വീര്യവും അടങ്ങിയതാണ് ഇവിടെ നമ്മുടെ ഗണപതി ഭഗവാന്. അരുണഗിരിനാഥരുടെ വർണ്ണനയാണ് ഇവിടെ. പിന്നെ അടുത്തത് മദ്ദളവൈറനൈ ഉത്തമീ പുതൽവനൈ. മദ്ദളവയറൻ വെച്ചാൽ ഭഗവാന്റെ കുടവയറാണ്. അപ്പം നമ്മൾ എടുത്ത് നോക്കുമ്പം ഗണപതി ഭഗവാന്റെ വയറിന് ചുറ്റും ഒരു സർപ്പത്തിനെ കാണാം, ഒരു പാമ്പ് ആഭരണമായിട്ട് ധരിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗണപതി ഭഗവാന്റെ വയറിന് സാക്ഷാൽ ബ്രഹ്മാണ്ഡമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. ബ്രഹ്മാണ്ഡത്തിൽ 7 ലോകങ്ങൾ, ഉപരിലോകങ്ങളും കീഴ്ലോകങ്ങളായിട്ട് 7. അപ്പം അങ്ങനെ 14 ലോകങ്ങളും ഭഗവാന്റെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നത് അത്രേ. നമ്മൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉള്ളിലാണ് 14 ലോകങ്ങളും. അപ്പം അങ്ങനെ ആ ഒരു ബ്രഹ്മാണ്ഡത്തിന് ഭഗവാന്റെ വയറായിട്ട് ഇവിടെ സങ്കല്പിക്കുകയാണ്. സങ്കല്പമല്ല, ഇങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള സർപ്പത്തിന് കോസ്മിക് എനർജി ആയിട്ടുള്ള കുണ്ടലിനി, നമ്മൾ ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടലിനി എന്ന കോസ്മിക് എനർജി, അതാണ് ഭഗവാന്റെ ഉദരത്തിൽ ചുറ്റിയിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡത്തിന് മുഴുവനും ചുറ്റപ്പെട്ടിരിക്കുന്ന ആ കോസ്മിക് എനർജിയാണ് ഭഗവാന്റെ വയറിന് ചുറ്റിലുമുള്ള പാമ്പ്, സർപ്പം. പിന്നെ അടുത്തത് മദ്ദളവയറിനെ ഉത്തമി പുതൽവനെ. ഉത്തമി എന്നാൽ അത്രയും പാതിവൃത്യമേറിയ അമ്മ, അതായത് പാർവതീദേവി. അങ്ങനെയുള്ള പതിവ്രതയായ പാർവതീദേവിയുടെ മകനെ ആണ് ഉത്തമി പുതൽവനെ. മട്ടവിൾ മലർകൊടു പണിവേനെ എന്ന് പറഞ്ഞാൽ, മട്ടവിൾ എന്ന് പറഞ്ഞാൽ തേനൂറുന്ന പൂക്കൾ, തേനിറ്റ് വീഴുന്ന പൂക്കളുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഭഗവാന് പ്രണാമങ്ങൾ, അതായത് ഭഗവാനെ അർച്ചിക്കുന്നു എന്നാണ് ഇതിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെ മത്തമും മതിയമും ധരിച്ചിട്ടുള്ള പരമശിവനും പതിവ്രതയായ അമ്മയും പിന്നെ മദ്ദളവയറനുമായ ഭഗവാൻ, ഇവരുടെ മകനായ ഭഗവാൻ, അദ്ദേഹം എങ്ങനെയാണ് മദ്ദളവയറനായിട്ടിരിക്കുന്ന ഭഗവാന് തേനൂറുന്ന പുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ അർച്ചിക്കുകയാണ്. ഇവിടം വരെ.
അടുത്തത് മുത്തമിഴ് അടൈവിനെ മുற்பടുകിരി തന്നിൽ മുற்பട എഴുതിയ മുതൽവോനെ. അതായത് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ് മേരുപർവ്വതം. മേരുപർവ്വതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈലാസ പർവ്വതമായിട്ടും അറിയപ്പെടുന്നു. മേരുപർവ്വതത്തിൽ ഇരുന്നിട്ടത്രേ വിനായകർ വ്യാസഭഗവാൻ പറഞ്ഞ് ഗണപതിയാണ് മഹാഭാരത കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ഇതുകൂടെ ഇവിടെ പറയുകയാണ് അദ്ദേഹം. അതായത് മുത്തമിഴ് എന്ന് പറഞ്ഞാൽ സംഘകാലത്തിനും മുമ്പുള്ള തമിഴാണ്. അപ്പോൾ അത്രയും മാധുര്യമാർന്ന തമിഴാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നതല്ല, ഏറ്റവും പുരാതനമായ മുത്തമിഴിൻ്റെ ദേവൻ അല്ലെങ്കിൽ മുത്തമിഴിൻ്റെ പിതാവത്രേ മുരുകൻ. അപ്പോൾ നമ്മൾ ദേവന്മാരിൽ ഒരു ദേവൻ്റെ പേരിലൊരു ഭാഷ അറിയപ്പെടണമെങ്കിൽ അത് മുരുകനും തമിഴും തന്നെയാണ്. അപ്പം അങ്ങനെ ഭഗവാന്റെ വാക്കുകളാണ് മുത്തമിഴ്, ഭഗവാന്റെ ഭാഷയാകുന്ന മുത്തമിഴ്. അത് മേരുപർവ്വതത്തിൻ്റെ മുകളിലിരുന്ന് അഗസ്ത്യമുനിയാ പറയപ്പെട്ട് ഗണപതി ഭഗവാൻ എഴുതിയതെന്ന് പറയപ്പെടുന്നു. അതായത് മഹാഭാരതം എങ്ങനെയാണോ വ്യാസഭഗവാനാൽ രചിച്ച് ഗണപതി ഭഗവാൻ എഴുതിയത്, അതുപോലെ മുത്തമിഴ് അഗസ്ത്യനാണ് ശരിക്കും പറഞ്ഞാൽ വിന്ധ്യപർവ്വതം താണ്ടി വന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യ കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുന്നത് അഗസ്ത്യമുനിയാണ്. അപ്പോൾ അഗസ്ത്യമുനിയാൽ രചിക്കപ്പെട്ടത്, അഗസ്ത്യമുനി പറഞ്ഞ് എഴുതിയത് ഗണപതി ഭഗവാൻ മേരുപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന്. മുത്തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അതിൻ്റെ 3 ക്വാളിറ്റീസാണ്. അത് ഇസൈ നാടകം എന്ന് പറയും മുത്തമിഴിന്. അതിൽ ലിറ്ററേച്ചർ, ഇസൈ നാടകം എന്നാൽ നമുക്ക് നാടകം, ഡ്രാമ നമുക്കെല്ലാം അറിയാം. അപ്പം ലിറ്ററേച്ചർ ഉണ്ട്. ഇസൈ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ആസ്പെക്ട്സ്, അതായത് 3 ആസ്പെക്ട്സ് ഓഫ് തമിഴ് ലിറ്ററേച്ചറാണത്. ആക്ച്വലി മ്യൂസിക് ഉണ്ട്, മ്യൂസിക് ഇസൈ ഇസ് മ്യൂസിക്, ലിറ്ററേച്ചറാണ് ഇസൈ നാടകം. അപ്പോൾ ലിറ്ററേച്ചർ, മ്യൂസിക് ആൻഡ് ഡ്രാമ, ഇത് 3 ചേർന്നതാണ് മുത്തമിഴ്. അപ്പോൾ ഈ മുത്തമിഴിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ അരുണഗിരിനാഥർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നാഥനായ ഗണപതി ഭഗവാൻ. അപ്പോൾ അങ്ങനെ ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തമിഴ് ലാംഗ്വേജിന് ഇത്രയും, അതായത് ഈ മുർപ്പടുഗിരിയാണ്. മുർപ്പടുഗിരി എന്ന് പറഞ്ഞാലാണ് മേരുപർവ്വതം. മുർപ്പടുഗിരി മേലെ ഇരുന്ന് നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഈ മുത്തമിഴിന് നൽകിയത് അങ്ങാണ് എന്ന് അങ്ങനെയുള്ളൊരു വർണ്ണന ഇവിടെ പറയുകയാണ്. അതായത് ഇതിൻ്റെ ഗ്രാമർ ഉണ്ട്. ഇപ്പം നമ്മൾ സംസ്കൃതത്തിന് പാണിനി എന്ന് പറയും. സംസ്കൃത ലാംഗ്വേജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ വ്യാകരണം, അതിൻ്റെ ഗ്രാമറാണ്. അതുപോലെ ഈ ഇസൈ നാടകം അടങ്ങിയ മുത്തമിഴിൻ്റെ ഗ്രാമർ, അതായത് അത് നൽകിയത് സുബ്രഹ്മണ്യ സ്വാമി ആണെങ്കിൽ അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ ഫോർമാറ്റ് എഴുതിയിരിക്കുന്നത് നമ്മൾ ഗണപതി ഭഗവാനാണ്. അപ്പോൾ അതാണ് ഇവിടെ ഇതിൽ പറയുന്നത്. മുത്തമിഴ് അടൈവിനെ മുற்பടുഗിരിതനിൽ മുற்பട എഴുതിയ, ആദ്യമായിട്ട് എഴുതിയത് മുற்பട എഴുതിയ മുതൽവോനെ. മുതൽവൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തവൻ. നമ്മളെ ഗണാധ്യക്ഷനാണ് ഗണപതി, ദേവന്മാരിൽ ആദ്യത്തവനാണ്. അപ്പോൾ അതാണ് മുതൽവോനെ. അതും പറയാം ശിവ പാർവതിമാരുടെ മൂത്ത പുത്രൻ എന്ന നിലയിലും മുതൽവൻ എന്ന പേര് ഭഗവാനുടെ അന്വർത്ഥമാണ്. മുപ്പുറം എറി ചെയ്ത അച്ചിവൻ ഉറൈരഥം അച്ചതു പൊടി ചെയ്ത അതിധീര. ഇവിടെയുള്ളത് ഒരു കഥയാണത്. നമുക്കെല്ലാം പരിചിതമാണ് ഭഗവാന്റെ ത്രിപുരാരി എന്ന പേര്. ത്രിപുരാരി എന്നൊക്കെ പറയുന്നത് സാക്ഷാൽ പരമശിവൻ, അതായത് നമ്മുടെ താരകാസുര നിഗ്രഹത്തിന്, സൂരപത്മനെയും താരകാസുരൻ്റെയും വധത്തിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ സുബ്രഹ്മണ്യ ജനനം തന്നെ ഉണ്ടായിട്ടുള്ളത്. അതായത് താരകാസുരൻ തപസ് ചെയ്ത് ഒരു വരം വാങ്ങും, ശിവൻ്റെ പുത്രനായിട്ടുള്ളവൻ മാത്രമേ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ സതീദേവീൻ്റെ ദേഹത്യാഗം കഴിഞ്ഞ് ശിവൻ ഒരു ബ്രഹ്മചാരിയായിരിക്കുന്ന അവസ്ഥയിലാണിത്. അപ്പോൾ അങ്ങനെ ദേവന്മാരൊക്കെ അപ്രോച്ച് ചെയ്ത് അവരുടെ അപേക്ഷ പ്രകാരമാണ് ഭഗവാൻ പരമശിവൻ്റെ
എനർജി, അതായത് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് ഭഗവാന്റെ എനർജി, ഭഗവാന്റെ ബീജമായിട്ടാണ്. അതിനെ താങ്ങാൻ ശക്തി ഭൂമിക്ക് ഇല്ലാത്തത് കൊണ്ട് 6 മറ്റേ നമ്മുടെ കൃത്തിക നക്ഷത്രങ്ങൾ താമര പൊയ്കയിൽ 6 താമരകളിലായി അതിനെ ശേഖരിച്ച്, അങ്ങനെയാണ് നമ്മുടെ ഷൺമുഖൻ്റെ ജനനം. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റേ എന്താ പറയുക, ആ താരകാസുരൻ്റെ മക്കൾ 3 പേരാണ്. അവരും എന്താ പറയുക, താരക നിഗ്രഹത്തിന് സൂരപത്മനും താരകാസുരനെയും സുബ്രഹ്മണ്യസ്വാമി നിഗ്രഹിച്ച് വന്നതിന് ശേഷം ഇവർ ലോകത്തിലുള്ള അസുരന്മാർക്കൊക്കെ ഒരു എന്താ പറയുക ഭീതിയായി. അപ്പോൾ ഇവരെന്ത് ചെയ്തു, നമ്മുടെ താരകാസുരൻ്റെ മക്കൾ 3 പേരുണ്ട്. ഒന്ന് താരകാക്ഷൻ, പിന്നൊന്ന് വിദ്യുന്മാലി, വേറൊന്ന് കമലാക്ഷൻ. ഇങ്ങനെ 3 പേരാണ്. ഇവർ 3 ആളും ഘോര തപസ്സിരിക്കുകയാണ് ബ്രഹ്മദേവന്. അങ്ങനെ തപസ്സിന് ഒടുവിൽ അവർക്ക് അവരുടെ തപശക്തി കാരണം ഭഗവാൻ ബ്രഹ്മദേവൻ അനുഗ്രഹം കൊടുക്കാനായപ്പോൾ ഇവർ പറയും, ഞങ്ങൾ അമർത്യർ, അതായത് ഞങ്ങൾ ഒരിക്കലും ആരാലും കൊല്ലപ്പെടാൻ പാടില്ല എന്ന് പറയും. അല്ലെങ്കിൽ ആരാലും നശിപ്പിക്കാൻ പറ്റാത്ത 3 നഗരങ്ങൾ തരാൻ പറയും. അപ്പോൾ ആദ്യം പറയും അമരത്വം വേണം. അപ്പോൾ അമരത്വം ആരാലും ആർക്കും നൽകാൻ സാധിക്കില്ല, അത് തരാൻ പറ്റാത്തൊരു അനുഗ്രഹമാണ് എന്ന് ബ്രഹ്മദേവർ പറയുമ്പോൾ ഇവർ പറയും, എന്നാൽ ഞങ്ങൾക്ക് 3 പുരങ്ങൾ വേണം, അത് ആരാലും നശിപ്പിക്കാൻ പറ്റാത്ത 3 നഗരങ്ങൾ. അപ്പോൾ ബ്രഹ്മദേവർ പറയും അതും ഇമ്പോസിബിൾ ആണ്. എന്ത് സൃഷ്ടിയും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു തിരോധാനമുണ്ട്. എന്ത് ജനിച്ചാലും അതിനൊരു മരണം ആവശ്യമാണ്. അപ്പോൾ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തത് എന്ന് പറഞ്ഞിട്ട് ഒന്നില്ല, അങ്ങനെ നൽകാൻ പറ്റില്ല എന്ന് പറയുമ്പം ഇവർ പറയും അങ്ങനെയെങ്കിൽ 3 നഗരങ്ങൾ ഞങ്ങൾക്ക് വേണം. അതിന് അതായത് വളരെ ടാക്ട്ഫുള്ളിയാണ് ഇവരത് ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 3 നഗരങ്ങൾ, അതൊന്ന് സ്വർലോകത്തിൽ, ഒന്ന് ഭൂലോകത്തിൽ, ഒന്ന് പാതാളത്ത്. അപ്പോൾ ഈ 3 നഗരങ്ങൾ, അതാണ് ത്രിപുര, 3 പുരങ്ങളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 എണ്ണവും എപ്പോൾ അത് 3 തലങ്ങളിലാണല്ലോ. അപ്പോൾ ഇത് 1000 വർഷങ്ങളിൽ ഒരിക്കൽ, അതായത് പൂയം നക്ഷത്രം ചന്ദ്രനുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ശുഭമുഹൂർത്തത്തിൽ ഈ 3 പുരങ്ങളും ഒരേ പ്ലെയിനിൽ വരും. ആ സമയത്ത് അത് വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ, കുറച്ച് താമസം മാത്രമേ ഉണ്ടാവുള്ളൂ, ആ 3ഉം ഒരേ നിലത്തിലായിട്ട്. ആ സമയത്ത് ഒറ്റ ഒരു അമ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ഒരു ആയുധം കൊണ്ട് വേണം ഞങ്ങളുടെ ഇത് നശിപ്പിക്കാൻ. ഇങ്ങനെ ഇത്രയും ക്ലോസസ് ഇട്ടിട്ട് അവരൊരു ഇത് അവതരിപ്പിക്കും, ഒരു വരം ചോദിക്കും. അപ്പോൾ ബ്രഹ്മദേവർക്ക് വരം നൽകാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അദ്ദേഹം തഥാസ്തു പറഞ്ഞ് ഇത് കൊടുക്കുകയാണ്. അതോടുകൂടി ഇവർ ഭയങ്കര അഹങ്കാരികളായി മാറുകയാണ്. അപ്പോൾ മാത്രമല്ല, ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ അസുരന്മാരും ഈ 3 പുരങ്ങളിലും വന്ന് താമസാക്കും. എന്താ വെച്ചാൽ ഇത് നശിപ്പിക്കപ്പെടില്ലല്ലോ. ഇങ്ങനൊരു സംഭവം വളരെ വളരെ റെയറാണ്. ഇത് ചോദിക്കുമ്പോൾ തന്നെ ഇവർക്കറിയാം, ഈ 3 പേര് താരകാക്ഷൻ, വിദ്യുന്മാലി ആൻഡ് താമരാക്ഷൻ, ഇവർക്ക് 3 ആൾക്കും അറിയാം ഇത് ശിവനല്ലാതെ, സാക്ഷാൽ പരമശിവനല്ലാതെ ഇതിന് യോഗ്യനായിട്ട് മറ്റാരും ഇല്ലയെന്ന്. എന്നാൽ പരമശിവനാവട്ടെ ഇവരുടെ ഇഷ്ടദേവതയാണ്. അപ്പോൾ പരമശിവൻ എന്തായാലും ഭക്തന്മാർക്ക് അഹിതമായിട്ടൊന്നും ചെയ്യില്ല എന്നും അവർക്കറിയാം. അങ്ങനെയാണ് അവർ ഈ വരം വാങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ എന്തായി, അതുകൊണ്ട് അസുരന്മാരൊക്കെ അവിടെ പോയി ഫുൾ അർമാദിച്ച് അവർ 3 പുരങ്ങളിലായിട്ട്, അതാണ് ഈ ത്രിപുര, അങ്ങനെ താമസിക്കുക. അങ്ങനെ ഇരിക്കുമ്പം ദേവന്മാർക്കൊക്കെ, ഇപ്പോൾ ഇവർ ദേവന്മാരെയും നിഗ്രഹിക്കാനും ഇവരുടെ ആദ്യത്തെ സുഖലോലുപത്വമൊക്കെ കഴിയുമ്പോൾ ഇവർ തനി സ്വഭാവം കാണിച്ചു തുടങ്ങും അസുരകുലമായതുകൊണ്ട്. അപ്പോൾ ഇത് സാക്ഷാൽ മയനിർമ്മിതമാണ്. അതായത് രാക്ഷസന്മാരുടെ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള മയനിർമ്മിതമാണ് ഈ നഗരങ്ങൾ. മയപുരികളാണിത് 3. അപ്പോൾ അത്രയും ഇതായിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഇവരുടെ തനിനിറം കാണിച്ചു തുടങ്ങും. ഇവരെന്ത് ചെയ്തു, ഭൂമിയിൽ വന്ന് നമ്മുടെ സന്യാസിമാരെയും യജ്ഞങ്ങളെയും യാഗങ്ങളെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ ദേവന്മാരുടെ ദേവലോകത്ത് പോയിട്ട് ദേവന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇതിൻ്റെ ഇത് ഏറി ഒടുവിൽ ഈ വിദ്യുന്മാലി കയറി അഗ്നിഭഗവാന്, സൂര്യഭഗവാനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സമയം വന്നപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി സാക്ഷാൽ മഹാദേവനെ അപ്രോച്ച് ചെയ്തിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന്, ഭഗവാന്റെ ഇടപെടലിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ
ദേവന്മാരുടെ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള വിശ്വകർമാവ് ഒരു രഥം പണിയാണ്. അതായത് സ്വർണ്ണരഥം. അതിൻ്റെ 2 ചക്രങ്ങളായിട്ട് സൂര്യനും ചന്ദ്രനും 2 ചക്രങ്ങളായി മാറുകയാണ്. അങ്ങനെ ഭഗവാന്റെ എന്താ പറയുക, ഇതിന്, അതായത് ഭഗവാന്റെ വില്ല്, അമ്പ്, വില്ല് ഇതൊക്കെ ആയിട്ട്, അതായത് ഭഗവാൻ തൊടുക്കുന്ന ശരമായിട്ട് മഹാവിഷ്ണു മാറുകയാണ്. അതിൻ്റെ അറ്റത്തുള്ള, അസ്ത്രത്തിൻ്റെ അറ്റത്തുള്ള മുനമ്പായിട്ട് അഗ്നി ഭഗവാൻ മാറി, വില്ലായിട്ട് ബ്രഹ്മദേവർ മാറി. ഇങ്ങനെ ഓരോന്നും അത്രയും പവർഫുൾ. അത് മാറി എന്നാൽ അവരുടെ എനർജിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും അവരവരുടേതായ എനർജി പകർന്ന് നൽകി എന്നർത്ഥം. അങ്ങനെ ശിവഭഗവാൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അതായത് ഈ ഒരു സമയത്ത്, ആ പുഷ്യനക്ഷത്രം, പൂയം നാള് ചന്ദ്രനുമായിട്ട് വരുന്ന ആ ഒരു മുഹൂർത്തത്തിൽ ഈ 3 നഗരങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിൽ, ഒരേ പ്ലെയിനിൽ വരുന്ന ആ ഒരു നിമിഷം ഒരു അസ്ത്രം കൊണ്ട്, ആ അസ്ത്രത്തിൻ്റെ പേരാണ് പാശുപതാസ്ത്രം. ആ ഒരു പാശുപതാസ്ത്രം എയ്തിട്ട് ഈ 3 പുരങ്ങളെയും ഭഗവാൻ ശിവൻ ഭസ്മീകരിച്ചു, അതിനെ ഇല്ലാണ്ടാക്കി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പം ഇവിടെ പറഞ്ഞ കഥ എന്താ? നമ്മുടെ ഗണപതി ഭഗവാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഭഗവാൻ ശിവഭഗവാൻ അങ്ങനെ ചെയ്യാനായിട്ട് ഒരുപെട്ട് പോകുന്ന സമയത്ത് ഗണപതി ഭഗവാന് തൊഴുതില്ലാത്രേ. ഭഗവാനെ കുറിച്ച് ഓർക്കാതാണ് ശിവഭഗവാൻ, അച്ഛനായ ശിവൻ പോയിരിക്കുന്നത്. അപ്പോൾ ഗണപതി ഭഗവാൻ എന്ത് ചെയ്തു? അതായത് ഇതിൽ നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഗണപതി ഭഗവാന് വെച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അപ്പോൾ അച്ഛൻ തന്നെ മാനിക്കാതെ പോയി എന്ന ഒരു കാരണത്തിൽ അവിടെയുള്ള ഈ രഥത്തിൻ്റെ ആക്സിൽ, ആ എന്താ പറയുക, ചക്രങ്ങൾ ചേർത്ത് പിടിക്കുന്ന ആ ആക്സിലിനെ പൊടിച്ചു കളഞ്ഞു അത്രേ ഗണപതി ഭഗവാൻ. അപ്പോഴാണ് ശിവനെ ഓർത്തത്. മോനെ ധ്യാനിച്ചില്ല എന്ന് പറഞ്ഞ് മകനെ വിളിച്ചതും ഗണപതി ഭഗവാൻ അവിടെ ഓടിയെത്തി എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗണപതി ഭഗവാൻ, എല്ലാത്തിനും മുതൽവനായി നമ്മൾ പൂജിക്കപ്പെടേണ്ട ആ ഗണപതി ഭഗവാന്റെ വർണ്ണന, അതാണ് ഇവിടെ അച്ഛൻ്റെ രഥത്തിൻ്റെ അതാണ് ഇവിടെ പറയുന്നത്. മുപ്പുരം 3 പുരങ്ങൾ ഇരി ചെയ്ത് ആ ശിവന്റെ രഥം, അച്ചതു പൊടി ചെയ്ത അതിധീര, അതിൻ്റെ ഇത് പൊടിച്ചു കളഞ്ഞ് അതിധീര, അത്രയും വലിയ ധീരനാണ് അത്രയും ഭഗവാൻ. അത് മാത്രമല്ല, അത്തുയരതുകൊണ്ട് സുപ്പിരമണി പടും അപ്പുരം അതനിടൈ ഇവമാകി അക്കുറമകളുടൻ അച്ചിറുമുരുകനെ അക്കന മനമരുൾ പെരുമാളെ. ഇവിടെ പറയുന്നത് വള്ളിയമ്മയുടെ കല്യാണമാണ്. മുരുകൻ്റെ അതായത് ഈ സൂര്യസംഹാരത്തിന് ശേഷം ഭഗവാന്റെ വീരശൂരത കണ്ടിട്ട് ഇന്ദ്രഭഗവാൻ, ദേവന്മാർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി, ദേവന്മാരുടെ രക്ഷയ്ക്കാണ് സുബ്രഹ്മണ്യ സ്വാമി പോരിനിറങ്ങിയത്. അപ്പം അതിനൊരു തൻ്റെ കയ്യിൽ നിന്നുള്ളൊരു സമ്മാനം എന്ന വണ്ണം ആ ഒരു വിക്ടറി ആഘോഷിക്കാനായിട്ടായിരുന്നു ഇന്ദ്രഭഗവാൻ ദേവസേന, തൻ്റെ മകളായ ദേവയാനിയെ ദേവസേനയെ ഭഗവാന് ഭാര്യയായിട്ട്, അതായത് ഭഗവാന് തിരുമണം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ മുരുകൻ്റെ മറ്റൊരു പത്നിയാണ് വള്ളി. അപ്പോൾ ഈ വള്ളി ദേവയാനികളിൽ ഇവർ 2 പേരും പൂർവ്വജന്മത്തിൽ മഹാവിഷ്ണുവിൻ്റെ മക്കളായിരുന്നു അത്രേ. അവർ മുരുകൻ്റെ ജനനത്തിൻ്റെ സമയത്ത് മുരുകൻ്റെ പത്നിമാരാവണം എന്ന് തപസ് അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് മുരുകാവതാര കാലത്ത് ഭാര്യമാരായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ വള്ളി എന്ന് പറഞ്ഞ ഒരു കുറവൻ ഉണ്ടാകുന്ന മകളാണ്. അത് കുറവൻ ഉണ്ടാകുന്നതുമല്ല, കുറവൻ കണ്ടെടുത്ത മകളാണ്. അപ്പം അങ്ങനെ തിനൈക്കാടിൽ വള്ളിയമ്മ മുരുകനെ ഉപേക്ഷയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന കാലമായിരുന്നു. മുരുകനാണ് എന്നറിയാതെ പല വിധത്തിലും പല രൂപത്തിലും മുരുക ഭഗവാൻ വള്ളിയമ്മയുടെ സമീപം വന്നിട്ടൊക്കെ അതിനൊന്നും വഴങ്ങാതെ ഇരുന്ന വള്ളിയമ്മയ്ക്ക് ഒടുവിൽ മുരുകൻ ഒരു സന്യാസി, ഒരു വൃദ്ധനായി വേഷധാരിയായി വന്നപ്പോൾ അവിടെ ആ തിനൈക്കാടിനെ ഇളക്കി ഒരു ആനയുടെ രൂപത്തിൽ വന്നു അത്രേ വിനായകർ. അപ്പോൾ അത് കണ്ട് ഭയന്ന വള്ളിയമ്മ സുബ്രഹ്മണ്യ സ്വാമി, അതായത് ഒരു വയോധികനായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുമായിട്ട് ചേരുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടി അണയുകയും അപ്പോൾ തൻ്റെ വിശ്വരൂപം ഭഗവാൻ ദർശനം നൽകി വള്ളിയമ്മയുടെ തിരുക്കല്യാണം നടക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വള്ളി കല്യാണത്തിന് ഹെൽപ്പ് ചെയ്തവൻ, അതായത് അതിനെ സഹായിച്ച് തൻ്റെ സഹോദരനെ സഹായിച്ചവനാണ് ഇത്രേ ഗണപതി ഭഗവാൻ. അതാണ് ഇവിടുത്തെ അടുത്ത ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന് മട്ടവേഴ് മലർക്കൊട് പണിമൂമി. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന് ഞാൻ എന്താ പറയുക, തേനൊഴുക്കുന്ന ഈ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കട്ടെ എന്നാണ് ഇതിലുള്ള സാരാംശം. മുരുകാശരണം.